ഇന്ന് രാവിലെ ഞങ്ങള് ഇന്നലെ ലൈവില് തൊപ്പിന്നെ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറെ സമയം കാത്തിരുന്നു. ആ ഒരു സമയത്തുണ്ടല്ലോ അപ്പന്റെ കോളില്ല ഒന്ന്. പിന്നെ ഓൻ പറയണേ ഞാൻ വിളിക്കണ നേരത്തെ നീ വന്നോളണം, ഞാൻ വിളിക്കണ നേരത്തെ നീ വന്നോളണം. എടാ നീ വിളിക്കണ നേരത്തെ നീ വരാനേ നിന്റെ ബാക്കിലെ കുണ്ടകൾ ഉണ്ടാവും, പാൽക്കുപ്പികൾ നിന്റെ ബാക്കിലുള്ള ഇജ്ജ് നക്കാൻ കൊടുത്ത് നിർത്തണ ഓലുണ്ടാവുമല്ലോ, ഓലുണ്ടാവും. ഇജ്ജ് പറയുമ്പോ ഇങ്ങനെ തുള്ളാനും പറയാനുവേ ഒക്കെ. മനസ്സിലായോ? ഞാൻ വന്നപ്പോ ജന്റെ റൂമിന്റെ അടിയിൽ ഒളിച്ചിരുന്ന എന്തേടാ? എന്താ റൂമിന്റെ അടിയിൽ ഒളിച്ചിരുന്നത്? വന്നപ്പോ ഒരാളെ കണ്ടില്ലല്ലോ, ഒരാളെ അവിടെ കണ്ടില്ല. എന്ത് തെറിട്ടാലും പൊന്നു മക്കളാ, ഇവിടെ ഒരു വിഷയമില്ല. പാൽക്കുപ്പികൾക്കൊക്കെ ഇതാ ഉണ്ട തരാം, നല്ല ഗോതമ്പുണ്ട തരാം പാൽക്കുപ്പികൾക്കൊക്കെ കേട്ടോ. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ ഇന്നടെ ചെന്നപ്പോ ഓരോരുത്തരും ഇങ്ങനെ ജനലിന്റെ ഉള്ളിൽ കൂടിയും കട്ടിന്റെ ഉള്ളിൽ കൂടിയും നോക്കുക. ഷാജാൻ വന്നിക്കൂടും, പോത്ത് വന്നിക്കൂടും. എവിടെയാടാ നിങ്ങള്? നിങ്ങള് എവിടെയാപ്പോ? എല്ലാരും മണ്ടി തടിയെടുക്കാൻ ആ പേരന്റെ ഉള്ളിൽ കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാതിനെന്തിനാ, പാണ്ടിക്കാട് കുഞ്ഞാൻ പറയണ്ടേ. അത് നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഇന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും, ഓനെ പറഞ്ഞ ഓനിറങ്ങും. പിന്നെ ഇന്നെ പറഞ്ഞത് എന്തിനാന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓന്റെ വാപ്പാക്ക് പറഞ്ഞോണ്ട് മാത്രല്ല, ഓനെ കൊണ്ടൊരു ഫെയിമൊന്നും എനിക്ക് വേണ്ട. ഞാൻ അത്യാവശ്യം പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഒരു ലെവലിൽ പോണ ആളാണ്. ഞാൻ വലിയ ഹൈപ്പുള്ള ആളൊന്നല്ല, ഇച്ചങ്ങനത്തെ ഒരു ഹൈപ്പ് മാണ്ടേനും. പിന്നെ ഓനെ കൊണ്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കിക്കാണ്ട് വരാനുള്ള ആവശ്യമൊന്നും എനിക്കില്ല മക്കളെ. അതിനകത്ത് ഞാൻ എന്നെ ചട്ടിപ്പറമ്പെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 10 റുപ്യ വകയുള്ള ആളാണോ? ഇൻസ്റ്റേ കൂടെ അപ്പന്റെ മാര് 10 റുപ്യ 5 റുപ്യ ഉമ്മ ഒരു 5 റുപ്യ തരുമോ തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ, ഉമ്മ ഒരു 5 റുപ്യ തരുമോ തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ ഇറങ്ങാണ്ട് 5 റുപ്യ ഇട്ടിട്ട് ഇങ്ങനെ ഇടേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വാപ്പ എനിക്കുള്ള ഉണ്ടാക്കിയിട്ട് തന്നെടാ പയിക്കണേ. എന്റെ വാപ്പ എനിക്കിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പയിക്കണേ. അല്ല ഓന്റെ ഒരു 5 റുപ്യയും 10 റുപ്യ ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഉമ്മ തൊപ്പിക്കിട്ട് കൊടുക്കട്ടെ, അമ്മ തൊപ്പിക്ക് ഒരു BMW വാങ്ങണേലമ്മ, ഓനെ ഇട്ടുകൊടുക്കട്ടെ എന്ന് കണ്ട് ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അയച്ചു മനസ്സിലാക്കിക്കോ തൊപ്പിയെ. ജിന്നേ 10 റുപ്യ കണ്ടിട്ടുണ്ടാവുള്ളൂ. മനസ്സിലായോ? ജിന്നേ 10 റുപ്യ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ 10 റുപ്യയും കാര്യങ്ങളെ കണ്ടിട്ട് തന്നെ എന്നെ അവിടെ നിൽക്കണേ. ഇന്നിപ്പോ എന്നെ പേടിച്ചിട്ട് പട്ടിണി കൊണ്ട് വെച്ചിക്കാണ്. നാടണ്ടടാ ചൈനയായി എനിക്ക് നാടണ്ട. എന്നെ പേടിച്ചിട്ട് ഒരു പട്ടിനെ കൊണ്ട് വെച്ചേക്ക നാടണ്ടടാ. ആ റാമ്പൊക്കെ ജിമ്മിന് പോയിട്ടുണ്ടെങ്കിൽ ഓന്റെ തടിയൊക്കെ കണ്ടില്ല, എന്റെ തടിന്റെ മാരിയാ. പള്ളിയും കൊണ്ടൊക്കെ ആകെ കണ്ടിച്ച് പറഞ്ഞാൽ തോറിന്റെ വലിപ്പമില്ലാത്ത ആളാ ഞാൻ. എനിക്ക് എന്റെ നീളം വലിപ്പം കണ്ടോ? എന്റെ നീളം വലിപ്പം കാണണെങ്കിലേ ശങ്കുറപ്പോട് കൂടിയിട്ട് എന്നെ നേരിടും ഞാന്. മനസ്സിലായോ? എനിക്ക് എന്റെ നീളം വലിപ്പം കാണണേച്ച് കണ്ടോ? ആ ജാതി വെല്ലുവിളി ജിന്നെ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട മോനെ. ജീവനെ പേടിയുള്ളവനെ ആ പേടി ഉണ്ടാവുള്ളൂ. ആ പേടി എനിക്കില്ല. അയച്ചു മനസ്സിലാക്കിക്കോ. ജീവനെ പേടി എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല. മനസ്സിലായ? എനിക്ക് മലപ്പുറത്തെ അല്ലാതെ എനിക്ക് ഇങ്ങനെ പറഞ്ഞാല് നാളെ ഇപ്പൊ ഉദ്ഘാടനത്തിന് ഇജിങ്ങനെ നടക്കുന്നിടത്ത് നടക്കല്ലേ ഞാൻ ഇവിടെ ഒരു പണിയില്ലാതെ നടക്കുക. ഇജിങ്ങനെ നടക്കുന്നിടത്ത് ഇങ്ങനെ നടക്കാൻ ജാരടാ ഇജിങ്ങനെ നടക്കുന്നിടത്ത് ഞാൻ ഇങ്ങനെ നടക്കാൻ തൊപ്പിയുടെ വന്നോ? ഞാൻ അങ്ങോട്ട് വരുന്നാല് നമുക്കൊന്ന് ഓനെ പൂട്ടണം. ചിക്കൻ എന്റെ പിന്നാലെ എടുക്കല്ലേ പണി. കിട്ടും ഒരു നാൾ എന്നെ എന്റെ കൈ കിട്ടും. ഒരു നാൾ അന്ന് ഞാൻ എന്നെ വിടൂല. ഒരു നാള് അന്ന എന്റെ കയ്യെ കിട്ടുന്ന സമയത്ത് അന്ന് ഞാൻ എന്നെ വിടൂല. അയച്ചു മനസ്സിലാക്കിക്കോ. മനസ്സിലായോ? എന്റെ പിന്നാലെ നടക്കുന്ന പണിയല്ല എന്റെ പണി. പേടിച്ച് വാതിലടച്ച് ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കിയോലല്ലടാ നിങ്ങൾ പേടിച്ച് ആ ജാതി ബേജാറൊന്നും ഇവിടല്ല. മരിച്ചാലാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിൽ ഒരുമിച്ച് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞമ്മക്ക്. മനസ്സിലായോ? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻസ്റ്റയില് ഞാൻ അങ്ങനെ തെറി വിളിക്കാത്ത ആളാണ്. അത് നിങ്ങള് ഓക്കെയാണ്. നമ്മളങ്ങനെ തെറിയൊന്നും നമ്മൾ വിളിക്കലില്ല. അതിനിങ്ങോട്ട് നമ്മൾ സോറി ചോദിക്കണം. നിങ്ങൾക്ക് അത് ഹേർട്ടായിക്കോട്ടെ. നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കും. പക്ഷെ ഈ പട്ടിനെ കണ്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ വീട്ടിൽ പോയി കടന്നുറങ്ങൂല. ആ കടന്നുറങ്ങിയ ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുമില്ല.
ഉണ്ടായിട്ടുമില്ല. അതാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഇവന്റെ ഉദ്ഘാടനം ഇവന്റെ ഇതിങ്ങനെ നോക്കി നടക്കലല്ല എന്റെ പണി. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ പോണോടത്തൊക്കെ ഇങ്ങനെ പോയിട്ടേ തൊപ്പിണ്ടോ ഉദ്ഘാടനത്തിൽ നിൽക്കണോ, അവനിപ്പോ ബോഡി ഗാർഡ് ഉണ്ടോ, റാമ്പോ ഉണ്ടോ, റാമ്പ് ഉണ്ടെങ്കിലേ പേടിയാ, വരാൻ പേടിയാണേ. റാമ്പ് ഉണ്ടെങ്കിലേ ആകെ പേടിയാണ്. മുട്ടുകാല് കണ്ടങ്ങള് വിറക്കാണ്, കണ്ടങ്ങള് കാലിങ്ങനെ വിറക്കാണ്. റാമ്പുണ്ട് വെച്ചിട്ടേ കാലിങ്ങനെ വിറക്കാണ്. റാമ്പ് വരിച്ചിട്ടേ കാല് വിറക്കുക മനസ്സിലായോ? റാമ്പ് ഉണ്ടാവിച്ചിട്ട് കാലിന്റെ ഇങ്ങനെ വിറക്കാണ്. ആർക്കിട്ടാണ് ആ ചങ്ങായിമാരെ നിങ്ങൾ ഊതണത്? ആ ജാതി ഡയലോഗൊന്നും നിങ്ങൾ അടിക്കണ്ട. നിങ്ങൾ എന്തെന്നെ അടിച്ചോളിടോ, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾ എന്ത് തന്നെ അടിച്ചോളി, എന്ത് തന്നെ ചെയ്തോളൂ, അതൊന്നും ഇവിടെ വിഷയേ അല്ല. ഈ ഐഡി പോയാൽ വേറെ ഐഡിയിൽ വരും. ഞാൻ ഈ ഐഡി പോയാല് വേറെ ഐഡി വരും. 1 മില്യന്റെ ഐഡിയ കടാ 6 മാസം കൊണ്ട് സാജാന ആക്കോടാ. 6 മാസം മതി എനിക്ക് 1 മില്യൺ അടിക്കാൻ. 6 മാസം. മനസ്സിലായോ? അതിലൊന്നും ഇവിടെ വേജാറും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഓനെങ്ങനെ നമ്മളെ മറ്റേ ബെല്ല് വിളിച്ച് കാണ്ട് എന്ത് വെല്ലുവിളി ആണെങ്കിലും പൊന്നു തൊപ്പിയ. ഈ 4ാം ക്ലാസ് പഠിച്ചിന ചെക്കന്മാരാണ് എന്റെ അടുത്തുള്ളത്. ഈ 4ാം ക്ലാസ് പഠിച്ചിന ചെക്കന്മാരെ പേടിച്ച് കാണ്ട് ചിന്നെ പേടിപ്പിച്ചണ്ട. എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ല ലൈഫ്, മനസ്സിലായോ? എനിക്ക് ഇൻസ്റ്റഗ്രാം അല്ല ലൈഫ്, അത് മനസ്സിലാക്കിക്കോ കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ല ലൈഫ്. ഇനിയിപ്പോ എന്ത് തന്നെ വന്നോട്ടെ, എങ്ങനെ തന്നെ വന്നോട്ടെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒറ്റ ചോദ്യം ഈ ലൈവിനോട് ഞാൻ, നിങ്ങളെ വാപ്പാക്ക് വിളിച്ചു കഴിഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുമല്ലേ? ഇന്നലെ ഇപ്പൊ റാമ്പോ പറഞ്ഞു അന്റെ തന്തന്റെ തന്താന്ന് ഇല്ലേ? ആ തന്തന്റെ തന്താന്ന് പറയുമ്പോ നിങ്ങളാണെങ്കിൽ പ്രതികരിക്കുമല്ലേ? ഞാൻ പ്രതികരിക്കും മക്കളെ. ഞാൻ മരിക്കണത് വരെ ഞാൻ പോരാടും. മരിക്കണത് വരെ, മനസ്സിലായോ? മരിക്കണത് വരെ ഞാൻ പോരാടും. അതിലൊരു സംശയവും വേണ്ട. മരിക്കണത് വരെ ഞാൻ പോരാടും. എടാ തൊപ്പിനെ കോള് വിളിക്കുന്ന തൊപ്പി വിളിക്കണ്ടേ? ഓങ്ങോട്ട് വിളിക്കണ്ട ചങ്ങായിമാരെ. ഓങ്ങോട്ട് വിളിക്കാതെ ഞാൻ ഏതൊക്കെ വിളിച്ചേണ്ടത്? ഓനെ വിളിക്കാനൊന്നും കഴിയൂല. മനസ്സിലായങ്ങൾക്ക്? ഓങ്ങോട്ട് വിളിക്കാന്നുണ്ട്. എവിടെ വിളിക്കണു? ഓൻ വിളിക്കൂല. ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് ആളാവാനും പറയാനും ചങ്ങായിമാരെ എങ്ങൾക്കും കഴിയും, എല്ലാവർക്കും കഴിയും. പക്ഷേ നേരിക്ക് നേരെ മുട്ടാളാവതൊന്നും ഓനില്ല. നിങ്ങൾ പറയും ഓന്റെ ലൈവ് പോയിട്ട് വരാൻ പറയും, വിളിക്കാൻ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും ഓനോട് ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും. എല്ലാവർക്കും ലൈവൊക്കെ വരാൻ കഴിയൂടാ. എല്ലാവർക്കും വരാനും എല്ലാവർക്കും സംസാരിക്കാനും എന്തിനും പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആരും തെറി പറയാനോ നിങ്ങൾ ആരും ഇതാക്കാനോ ഒന്നുമല്ല. ഞാൻ ഒരാളും തെറി വിളിക്കാനോ നിങ്ങൾ ആരും തെറി വിളിക്കാനോ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എനിക്ക് വിളിക്കാൻ പറ്റൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓന്റെ വീഡിയോ കോളോ കോൾ ഓപ്ഷനോ എന്റെ ഇൻസ്റ്റയിൽ വരുന്നില്ല. അത് ഓന്നെ ഫോളോ ചെയ്യണം, അപ്പോൾ ഓൻ്റെ വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഓൺ ആക്കിയിട്ട് പോകും. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ആ ജാതി ബേജാറും ആ ജാതി കളിയൊന്നുമില്ല. നിങ്ങൾ തെറി പറയേണ്ടവരൊക്കെ പറഞ്ഞോളൂ, അതൊന്നും ഇവിടെ വിഷയമല്ല. ആ തെറി മൈൻഡ് അപ്പുറം കേട്ടിട്ടാണ് ഇന്ന് ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ അതിലൊന്നും നമ്മൾ വിലപ്പോകൂല മക്കളെ, അതിലൊന്നും വിലപ്പോകൂല. എനിക്ക് പറയാനുള്ള ഒറ്റ വർത്താനമുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ തൊപ്പിന്റെ വീട്ടിൽ വന്നപ്പോ റാമ്പ് ഉണ്ടായിരുന്നു, എല്ലാ ടീമോടെ ഉണ്ടായിരുന്നു. പട്ടിയെ പോലെ പെരന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നോന്ന് എന്തിനാണ് ഞാൻ ഇവിടെ വന്നു. ഞാനേ ജിമ്മിന് പോയതേനും എന്റെ തടിയൊക്കെ ഒന്ന് ഉസാറാക്കാൻ വേണ്ടിട്ട് ജിമ്മിന് മനസ്സിലായിക്കോളി നിങ്ങള്. ജിമ്മിന് പോയതേനും ഞാന്. ഒരു മിനിറ്റ് മക്കളെ, ജിമ്മിന് പോയതേനും ഞാന്. നമ്മളൊരു കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ മതി. ചെങ്ങായിന്റെ ഐഡിയ തന്നെ മനസ്സിലാവണില്ല. ഒരു മിനിറ്റ്, കൊറണ്ടമാനം റിക്വസ്റ്റ് വന്നോണോ? കണ്ടമാനം സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടമാനം റിക്വസ്റ്റ് വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാൽ പൊന്നു തൊപ്പിയ ഓല എനിക്കിട്ടു തരും. ഒരു മിനിറ്റ്, ഏതാണ് ഓന്റെ ഐഡിയ തന്നെ കാണുന്നില്ല. ഇപ്പൊ സൗണ്ട് കേൾക്കണില്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ റാമ്പ ജിമ്മിന് പോയ ഒരാളെ തടിയാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ മക്കളെ. ജിമ്മിന് പോണ ഒരാളെ തടിയാണല്ലോ അത്, അല്ലേ?
ജിമ്മിന് പോണ ഒരാളെ തടിയാണല്ലോ അത് അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ചാ കാണി. ജിമ്മിന് പോയി ഓന് മറ്റോടത്ത് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഓൻ ആർക്കിട്ടായി ഊതണത്? എന്താ പ്രശ്നമായിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ ഓൻ ലൈവില് എന്നിന്റെ സംസാരം നിർത്തണോ അതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനും ലൈവില് വരും. തൊപ്പിന്റെ ലൈവിന്റെ സൗണ്ട് പോയാ ഒക്കെ പോവും. ആൺകുട്ടികളോട് കളിച്ചൊക്കെ പോവും. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല മക്കളെ, എന്റെ ജീവിതം ഇതുമ്മലല്ല എന്റെ ജീവിതം. മനസ്സിലായോ? എന്റെ ജീവിതം ഇതുമ്മലല്ല. എനിക്ക് ഒരുപാട് ബിസിനസ് ഉള്ള ആളാണ് ഞാന്. അല്ലാതെ ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കണ്ട് 15 രൂപ 50 റുപ്യക്കും മറ്റേ ഉദ്ഘാടനത്തിനും മറ്റിനും അതേപോലെ തന്നെ ഈ ഒരു ഇത് കിട്ടണോണ്ടൊന്നും ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇന്ന് ഈ ഐഡി പോയാൽ എനിക്കൊരു കോപ്പുമില്ല. ആ ബേജാറേ ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു ബേജാർ ഇവിടെ ഇല്ല. മനസ്സിലായോ? എനിക്ക് ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളൂ. നിങ്ങളെ വാപ്പാക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കോ ഇല്ലേ? ഒരു എക്സാമ്പിൾ അങ്ങോട്ട് ചോദിക്കാം. ഓന്റെ ഈ മെഹറിന്റെയും വർത്താനം വരാനുള്ള കാരണം എന്താ? ഞാൻ മാത്രല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ ഒരുപാട് ആൾക്കാർ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ. ഈ പ്രശ്നം തുടങ്ങുന്നത് എങ്ങനെയാ നിങ്ങള്? മെഹറും ഓനും കൂടിയും ഒരു ഇതിന്റെ ഇടയിൽ ഒരു പ്രപ്പോസലും കാര്യങ്ങളും ഓൻ ചെയ്തു, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ ചെയ്തു. അതിനിപ്പോ നമ്മൾ ചോദിച്ചോണ്ട് എന്ത് തെറ്റാണുള്ളത്? ഈ കേരള ജനത മുഴുവൻ ചോദിക്കാൻ ആഗ്രഹിക്കണല്ലേ ഞാൻ ചോദിക്കണത്. എന്ത് തെറ്റാണുള്ളത്? ഒരു വന്നിട്ടാണ് സോറി എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ തൊപ്പി മെഹറും തമ്മിൽ മെഹറിനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അന്നെ ഇഷ്ടമാണ് ആർക്കാണ് പ്രപ്പോസ് ചെയ്ത് കാണ്ട് ലാസ്റ്റ് ഇപ്പൊ ഞാൻ ഓളോട് ചോദിച്ചതാണ് കുറ്റം. നമ്മൾ തമാശ രൂപത്തിലാണ് ഓളോട് ചോദിച്ചിരിക്കണത്. ഇതും തൊപ്പി എന്താ റിലേഷൻ, നമ്മൾ അത് എനിക്ക് ഞാൻ കല്യാണം നടക്കുകയാണെങ്കിൽ 1 പവൻ സ്വർണ്ണം എനിക്ക് ഞാൻ തരാന്ന്. മനസ്സിലായോ? 1 പവൻ സ്വർണ്ണം എനിക്ക് ഞാൻ തരാന്നുള്ള എന്ത് തെറ്റുള്ളത്? അത് തമാശ രൂപത്തിൽ നിങ്ങളും പറയില്ലേ? എടാ അന്റെ ഓളി കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് 1 പവൻ സ്വർണ്ണം ഞാനും തരാൻ നിങ്ങൾ പറയില്ലേ? നിങ്ങൾ പറയില്ല? നിങ്ങൾ പറയും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നീലക്കുയിൽ ഈ വീഡിയോ വരുന്നത്. ഈ വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ? അന്റെ തന്തായാലും വേണ്ടിയില്ല, ഞാൻ എന്നെ വിടൂല, അങ്ങനെ ആക്കൂല, മറ്റേതാക്കൂല, മറിച്ചതാക്കൂല പറഞ്ഞിട്ട് അല്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്തു? എനിക്ക് കുഴപ്പമില്ല, ഞാനും പ്രതികരിക്കും. ഇന്നെന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമുള്ള കേസല്ല. നമ്മളെ വാപ്പാനും ഇമ്മാനും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സാഹചര്യത്തെ ഞാൻ വിടൂലെന്ന് പറഞ്ഞാൽ വിടൂല. മരിക്കുകയാണെങ്കിൽ മരിക്കുക, കൊല്ലാണെങ്കിൽ കൊല്ലുക. ഇനി പകുതി ജീവനോടാണെങ്കിൽ പകുതി ജീവനോടെ നിൽക്കുക. അത് മതി എനിക്കത് മതി. മനസ്സിലായി? എനിക്കത് മതി. അത് മനസ്സിലായിക്കോ. തൊപ്പി ഇങ്ങനെ ലൈവില് ഞാൻ ഇതാക്കൂണ്ട് ഓൻ വന്നു, ഷാജാൻ വന്നു, മറ്റേത് വന്നു, മറിച്ചത് വന്നു, ഇതാക്കൂണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? ആ ജാതി ബേജാറൊന്നും ഇവിടെ ബേജാറില്ല പൊന്നു മക്കളെ. അല്ലാതെ നിങ്ങളാരും ഞാന് തെറി പറയാനോ, നിങ്ങളൊക്കെ എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. എന്റെ ബ്രദേഴ്സാണ്, എല്ലാരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓനോട് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ, വേറെ ആരോടും ഇല്ല. അത് നിങ്ങൾ ആദ്യം എല്ലാരും മനസ്സിലാക്കുക. ഓക്കെ? അത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കുക. അപ്പൊ ശരി എന്നാലും ഓക്കെ, ബൈ. അടുത്ത ഞാൻ